നമസ്തേ, ഞാൻ ധന്യയാണ്. കുറേ പേരുടെ സജഷനും റിക്വസ്റ്റും ഉണ്ടായിരുന്നു വോയിസ് ഓവറും കൂടി വേണമെന്ന്. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വീഡിയോയിൽ വോയിസ് ഓവർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു വീഡിയോ മുതൽ വോയിസ് ഓവർ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ റെസിപ്പി പച്ചമാങ്ങ ഉപയോഗിച്ചുള്ള 2 ചമ്മന്തിയാണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻസും ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസ് ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻസ് ആണ് അതിന് രുചിയിലും നിറത്തിലും വ്യത്യാസം വരുത്തുന്നത്. ഈസിയാണ്, രണ്ടും ഈസി ടു മേക്ക് ആണ്. നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ റെസിപ്പി നോക്കാം. തേങ്ങ 1 കപ്പ്, ചെറിയുള്ളി വലുത് 4-5, പച്ചമുളക് നിങ്ങളുടെ സ്പൈസ് ലെവലിനനുസരിച്ച് എടുക്കണം. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. താളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ അതിൽ 1 മീഡിയം സൈസ് വെളുത്തുള്ളി ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി സ്കിന്നോട് കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതൊരു സ്പെഷ്യൽ ഫ്ലേവർ തരും. വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ചേർക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള ആ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് അതിൻ്റെ ആ പച്ചമണം മാറിയതിന് ശേഷം അതും കൂടെ ആ എണ്ണയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചമ്മന്തിക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അടുത്തത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് മാങ്ങ. എനിക്ക് കിട്ടിയ മാങ്ങയിൽ ഒരു ചെറിയൊരു പഴുക്കാൻ തുടങ്ങിയൊരു സ്റ്റേജാണ്, പക്ഷെ അത് നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക് കിട്ടുക. അത് പുളിക്കനുസരിച്ച് ചേർക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്. ഇനി ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യത്തെ ചമ്മന്തി റെഡി കേട്ടോ. ഇനി രണ്ടാമത്തെ റെസിപ്പി നോക്കാം. തേങ്ങ 1 കപ്പ്, ചിരകിയിട്ടോ പീസസ് ആയിട്ടോ എടുക്കാം. ചെറിയുള്ളി മീഡിയം സൈസിലുള്ള ഒരു 4-5, നല്ല ജീരകം 1/2 ടീസ്പൂൺ, കറിവേപ്പില ഒരു 10-12 ഇലകൾ, അല്ലെങ്കിൽ ഒരു തണ്ടിൻ്റെ അത്രയും ഇലകൾ, ചുമന്ന മുളക് പൊടി ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ. എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളകാണ്. അത് ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങ പുളിക്കനുസരിച്ച് എടുക്കാം. എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ ചമ്മന്തിയും റെഡിയാണ്. 2 റെസിപ്പീസും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയണേ.